ഒരു ഇടയൻ തെളിയിക്കുന്ന വഴിയിലൂടെ മാത്രം. അപ്പൊ നമ്മുടെ അറിവ് അങ്ങനെ ഉണ്ടാകുന്നതാണ്. മറിച്ച് നിങ്ങൾ ആ ഹിമാലയത്തിന്റെ ഉച്ചിയിലേക്ക് പോയാൽ ഈ ചിത്രം കാണാം. ശിവനെന്ന ഒരു വ്യക്തിയുടെ ജടയുടെ മുകളിലിരിക്കുന്ന ഒരു ചന്ദ്രക്കലയിൽ ആ ജടയിൽ നിന്ന് ആ ജടയുടെ മടക്കുകളെ തഴുകി തലോടി ഒഴുകി വരുന്ന ഒരു ഗംഗയും, മുകളിലൊരു വലിയ കുളം, അതിൽ നിന്ന് ഒഴുകി ഒലിച്ചു വരുന്ന ഒരു ഗംഗ, കണ്ടത്തിലെ കാളകൂടം, ഒഴുകി വരുന്ന ഗംഗ തന്റെ ആരംഭ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ച് തിരിച്ചൊഴുകുന്ന രംഗം. അവിടേക്ക് ഗംഗയെ അന്വയിപ്പിച്ച് തിരിച്ചുവിടുവാൻ മുകളിൽ നിന്ന് ആ ശിവൻ തന്നെ ഇറങ്ങി വന്ന്, ഇവിടെ ഞാൻ ഉണ്ടാവും, നീ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞ് വീണ്ടും തള്ളിവിടുന്ന രംഗങ്ങൾ, അവയെ കാശി എന്ന് പറയും. തന്റെ ആരംഭവാഹിയിലേക്ക് തിരിച്ചു മടങ്ങാൻ ഗംഗ ആഗ്രഹിക്കുമ്പോൾ പരമപവിത്രയായ ഗംഗ പാപസഞ്ചയങ്ങളെയും വഹിച്ച് പരമപവിത്രയായ ശിവശിക്ഷത്തിൽ നിന്ന് പുറപ്പെട്ട് വഴിയിലെ പാപഭാരവും പേറി ഒഴുകുമ്പോൾ, ഗുപ്തകാശിയിൽ വെച്ച് തിരിച്ചു മടങ്ങാനൊരുങ്ങുമ്പോൾ ശിവൻ ഇറങ്ങി വന്ന് അമ്മയോട് പറയും, പവിത്രേ, പരമഭാഗിനിയായിട്ടുള്ളവളെ, നീ മുന്നോട്ട് പോയാൽ ഇവിടെ എന്റെ സ്ഥാനമുണ്ടാവും. അനുനയിപ്പിച്ച് പറഞ്ഞുവിടുന്ന പതിദേവനെ നമസ്കരിച്ച് ഗംഗ വീണ്ടും മുന്നോട്ടൊഴുകുമ്പോൾ ഉത്തരകാശിയിൽ വെച്ച് അവൾ തിരിയും. വീണ്ടും അവിടെയും ഇറങ്ങി വന്ന് ആ പതിദേവൻ അവളോട് പറയും, ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ മുന്നോട്ട് പോയാലും നീ തിരിയണ്ട. അത് ഉത്തരകാശി എന്നറിയപ്പെടും. വീണ്ടും അവൾ മുന്നോട്ട് നീങ്ങി വാരുണിയുടെയും അസ്ഥിയുടെയും ഇടയിലെത്തുമ്പോൾ അവൾ വീണ്ടും വടക്കോട്ട് തിരിയും, ശിവശിക്ഷത്തിലേക്ക് പോകാൻ. വീണ്ടും സദാശിവൻ അവിടെ എത്തി അവൾക്ക് ദർശനം കൊടുത്ത്, ഞാൻ ഇവിടെയുണ്ട്, നീ മുന്നോട്ട് പോയാലും എന്ന് അനുനയിപ്പിച്ചു വിടും. ഇങ്ങനെ ഒഴുകുന്നവളെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗംഗയുടെ ഓരോ ഘട്ടങ്ങളിലുമുള്ള കാശിയിൽ സദാശിവനെത്തി മുന്നോട്ട് വിടുമ്പോൾ ആ കുളം, ആ തലക്കുളം, തലയിലെ കുളം കവിഞ്ഞൊഴുകും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ സുന്ദര രൂപം, വിരാട് രൂപം വഹിക്കുന്ന പുരുഷശ്രേഷ്ഠൻ എന്റെ ബോധമാണെന്ന് എനിക്ക് കാണാം. ആ കാഴ്ചയാണ് ഗംഭീരം. ശിവൻ, ശിവശിക്ഷത്തിന് അലങ്കാരമായ ചന്ദ്രൻ, ശിവശീർഷത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ഗംഗ, ആ സദാശിവരൂപം, അതിനെ ചുമക്കുന്ന കുഞ്ചരം ഞാനാണ്, എന്റെ ബോധമാണ്. ഇത് മുഴുവൻ എവിടെയാ ഭാവിക്കുന്നത്? ഇതെല്ലാം എവിടെയാ ഭാവിക്കുന്നത്? എന്റെ ബോധത്തിലാണ്. ആ ബോധത്തിനായിക്കൊണ്ട്, ആ സദാശിവ തത്വത്തിനായിക്കൊണ്ട് ഭാവന എങ്ങനെയാണ് ചിറകുവിടർത്തുന്നതെന്ന് നിങ്ങൾക്കതിന്റെ രൂപം കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ വ്യാഖ്യാനത്തിന്റെ അപര്യാപ്തതയായിരിക്കും, ഗുരുദേവന്റെ പരിമിതി ആയിരിക്കില്ല. കാരണം അത്ര ഗംഭീരമായി, അത് വളരെ ഭംഗിയിലാ ഗുരുദേവൻ പറയുന്നത്. വളരെ വളരെ ഭംഗിയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗി. എങ്ങനെയാണ് ആ സദാശിവൻ കളം കറുത്ത കൊണ്ടൻ ഉണ്ട് ഇരുണ്ട കൊണ്ട കണ്ടെഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും, അതിൽ നിങ്ങളുടെ ആ
പ്രിന്റിങ്ങിൽ കണങ്കന്നാണ്, കളങ്കന്നാക്കിക്കോ, ലാന്ന് തിരുത്തിക്കോ, ലാ എന്ന് തിരുത്തിക്കോ. കളങ്കം ഉണ്ട് കണ്ടൻ, എങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളം പിറ കൊഴുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. കുഞ്ചരം ആന. ആ കോമളക്കുടം ചുമക്കുന്ന ആന. വ്യാഖ്യാതാക്കന്മാരിൽ ചിലര് ഇത് സുബ്രഹ്മണ്യനാണെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് ചുമക്കുന്നത് ഞാനും നിങ്ങളുമാണ്. ഇതാദ്യം ചുമന്ന് നമുക്ക് തന്നത് ഗുരുദേവന്റെ ബോധമാണ്. അതുകൊണ്ട് ഇതിനെ സബ്ജക്റ്റീവായി പഠിക്കുന്നതാണ് കൂടുതൽ ഉചിതം, ഓബ്ജക്റ്റീവായി പഠിക്കാതെ. കാരണം ശിവന്റെ പുത്രനാണ് ആന, സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യന്റെ പുറത്താണ് ശിവൻ ഏറി നീങ്ങുന്നത് എന്നൊക്കെ സങ്കല്പിക്കുന്നത് ആ രീതിയിൽ ഉചിതമാണ്, തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ ഭാവന മനോഹരമാകുന്നത് ആ കറുത്ത കൊണ്ടൽ, ഇരുണ്ട കൊണ്ട, അതിനപ്പുറത്ത് ചന്ദ്രൻ, അതിന് അപ്പുറത്ത് നിറഞ്ഞൊഴുകുന്ന ഗംഗ, ഇതിനെയെല്ലാം വഹിക്കുന്ന ആ ശിവനെയും ചുമക്കുന്ന കാർമേഘം പോലെ ഇരുണ്ട കഴുത്ത്, കറുത്ത ജട, വർത്തമാനമായ കളങ്കം ഹാലാഹലം ഉള്ളിലാക്കിയവൻ, കാരുണ്യത്തിന്റെ ഇരിപ്പിടമാണെന്ന് തെളിയിക്കാൻ ചന്ദ്രനെ ധരിക്കുന്നു. ആ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരത്തിൽ നിന്ന് ഗംഗയൊഴുകുന്നു. അതിലൊരു പുരാണമുണ്ട്. ഭഗീരഥന് വേണ്ടിയാണ് ഈ ഗംഗയെ സ്വീകരിച്ചത്. ഗംഗ സാധാരണഗതിയിൽ വന്നാൽ ഭൂമി പോകും. അതിന് പുരാണകഥ ഗംഗയെ ശിവശീർഷത്തിലേക്ക് ആനയിക്കാൻ ശിവനെ ഭഗീരഥൻ തപസ് ചെയ്തു എന്നാണ്. ഇപ്പോഴും കാണാം ആ തപസ്സൊക്കെ. നിങ്ങൾ ശരിക്ക് ഗംഗോത്രിയിലേക്ക് പോയാൽ, ഗംഗോത്രിയിൽ അല്പനേരം ഏകാഗ്രമായ മനസ്സോടുകൂടി ആ ഗംഗോത്രിയിൽ ഗംഗയുടെ തീരത്തിരുന്നാൽ ആ ഭഗീരഥന്റെ ക്ഷേത്രമുണ്ട്. അവിടെ ഇന്നും ഭഗീരഥമായ ആ തപസ് കാണാം. പ്രകൃതി ആകെ ഏകീഭവിച്ചതുപോലെ. സീസണിലല്ലാതെ പോണം. മനസ്സിലായില്ല പറഞ്ഞത്? സീസണിൽ പോകരുത്, വീട്ടുകാരറിയാതെ പോണം, തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കി പോണം. അങ്ങനെ പോകുന്ന പോക്കിനൊരു സുഖമുണ്ട്. തിരിച്ചു വരാൻ പോകുന്നവൻ കൊണ്ടുപോകുന്ന വസ്തുവിൽ മമതയുണ്ടായിട്ടാ പോകുന്നത്. പിടിയിട്ടില്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഏതാണ്? ഇതിന് താല്പര്യമുള്ളത് കൊണ്ട് ആ സീസൺ നോക്കി പോകുന്നത്. പിടിയിട്ടില്ല. അല്ലാതെ പോയാൽ ചിലപ്പോൾ തിരിച്ചു വരികയില്ല. അപ്പൊ നല്ല സീസണൊക്കെ നോക്കി, തണുപ്പ് അധികം ഇല്ലാത്ത കാലത്ത് കൂടെ ആളുകളെയൊക്കെ കൂട്ടി സുരക്ഷിതമായൊരു യാത്രയെ ഭ്രാന്ത് വരില്ല എന്ന് ഉറപ്പുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ വെറുതെ ഇപ്പൊ ഇവിടെ നിന്ന് ഭാവന ചെയ്താൽ മതി, വേർക്കാൻ തുടങ്ങും. ഒരു കാടിന്റെ നടുക്ക് നിങ്ങൾ മാത്രമായി നിൽക്കുന്നു എന്നൊന്ന് ഭാവന ചെയ്താൽ മതി. വെറുതെ ഭാവന ചെയ്താൽ മതി. ഹിംസ്ര ജന്തുക്കളൊക്കെ ഉള്ളൊരു കാട്ടിൽ ഏകാകിയായി നിങ്ങൾ നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ നിങ്ങളുടെ പൂർവജന്മ വൃത്താന്തം മുഴുവൻ നിങ്ങളുടെ കോശങ്ങളിലേക്ക് ഭയമായി ആവാഹിച്ചു വരുമ്പോൾ നിങ്ങൾ എതിർത്തതും നിങ്ങൾ വിഷമിപ്പിച്ചതും നിങ്ങൾ ഹിംസിച്ചതുമായ സകല ജീവികളും
വലിയൊരു ഹിംസ്ര ജന്തുവായി നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന്, ഒരുമിച്ചൊരു മലയിടിച്ചിലായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നുവെന്ന്, ഒരുമിച്ചൊരു പാറയായി വരുന്നുവെന്ന് തോന്നുന്ന നിമിഷത്തിലുണ്ടാകുന്നൊരു താപം. Can you imagine? No. Can you imagine? അച്ഛനെ ചീത്ത വിളിച്ച, അമ്മയെ ചീത്ത വിളിച്ച, അയൽവക്കംകാരനെ അടിച്ച, ഭാര്യയെ ഇറക്കി നിർത്തിയ, മക്കൾക്ക് വെള്ളം കൊടുക്കാത്ത, പശുവിനെ തല്ലിയ, എലിയെ കൊന്ന, സകല ജീവജാലങ്ങളോടും ഹിംസാപൂർവം പെരുമാറിക്കഴിഞ്ഞ ഞാൻ ആ ചെരിവിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു പാറ ഇടിഞ്ഞിങ്ങ് വരുന്നത് കണ്ടാൽ എന്റെ കോശങ്ങളിൽ ഇതുവരെ ഞാൻ അവയെ ഉപദ്രവിച്ച ബോധമെല്ലാം ഏകത്ര കൂടിച്ചേർന്ന് അവയെല്ലാം കൂടി ഒരു പാറയായി എന്റെ നേരെ വരുന്നുവോ എന്ന്, അതെന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ എനിക്കുണ്ടാകുന്ന ഉൾത്താപം. യു കാന്റ് ഇമാജിൻ. ഭാവനയില്ല. അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ആളെയൊക്കെ കൂട്ടിപ്പോകുന്നത്. ഇത് തിരിച്ചു പോരാൻ ചിലർ ഈ പാപം മുഴുവൻ തീരാനുള്ള ഒരു പോക്കങ്ങ് പോകും. അവന് ചമൽക്കാരങ്ങൾ ഉണ്ടാവും. ചമൽക്കാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. വിഭൂതികൾ ഉണ്ടാവും. ഗംഗയുടെയും യമുനയുടെയും ഗണ്ഡകിയുടെയും നർമ്മദയുടെയും ഒക്കെ തീരഭൂവിലൂടെ പരിക്രമണം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ വിജനമായ പ്രദേശങ്ങളിൽ വെച്ച് അവൻ ഒരിക്കലെങ്കിലും അവന്റെ സ്വത്വത്തെ കണ്ടറിയും. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത, പൂർവപാപങ്ങളുടെ മേതുരദീർഘങ്ങളായ രംഗവേദികളെ സദാ ഭയത്തോടുകൂടി ദർശിക്കുന്ന, ഒരു നിമിഷാർത്ഥത്തെ ഭയം കൊണ്ട് സമസ്ത പാപങ്ങളും കഴുകിക്കളയുന്ന, നമ്മൾ അല്പം ഭയന്നു, കൂട്ടുകാരുണ്ട്, അച്ഛനമ്മമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആചാര്യവര്യന്മാരുണ്ട്, ഗ്രന്ഥ സമുച്ചയങ്ങളുണ്ട്, പോക്കറ്റിലെ ധനമുണ്ട്, ഈ അവസ്ഥയൊക്കെ തരണം ചെയ്യാൻ എന്നൊരു തന്റെ ഇടത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ല. ഇന്നലെ ചെയ്ത പാപത്തിന് ഇന്ന് 500 രൂപയുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഈ അവസ്ഥ തരണം ചെയ്യാം. ഇന്നലെ ചെയ്തു കൂട്ടിയ പാപത്തിന് ഇന്ന് വരുന്ന കാലൊടിയലോ കയ്യൊടിയലോ ഒക്കെ അപ്പുറത്ത് ഡോക്ടർമാരുണ്ട്, അവരെ കൊണ്ടത് പരിഹരിപ്പിക്കാം. അതിനല്ലേ അവരെ പഠിപ്പിച്ച് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുക, ശരിയാക്കുക, പോരുക. ഇന്നലെ അവനോടും ഇവനോടും ഒക്കെ ഏറ്റുമുട്ടിയതിന് അവൻ നാളെ രാത്രിയിൽ വന്നാൽ അടിക്കാൻ നല്ല ബലിഷ്ഠരായ മക്കൾ 2-3 ഉണ്ട്. ശരിയല്ല. ഇങ്ങനെ എല്ലാത്തിനും കരുതൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. റൈറ്റ്? ഈ കരുതലെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. അത് ഏകാന്തതയില്ല. അതുകൊണ്ടാണ് അവര് വനംഗതാ, അതുകൊണ്ടാണ് അവര് വനത്തിലേക്ക് പോയത്. നമ്മൾ പോയ പോലല്ല പോയത്. ഭാര്യയും പിള്ളേരൊന്നും അറിയാതാ പോയത്. ശിഷ്യന്മാരാരും അറിയാതാ പോയത്. നാരായണ ഗുരുവൊക്കെ അങ്ങനെ പോയവരാണ്. ആ ഗുഹയൊക്കെ ഇന്ന് പോയാലും കാണാം. കയ്യിലുള്ളതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു ദിവസം പോയി. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ചമൽക്കാരവുമായ വരുന്നത്. പോയാളല്ല തിരിച്ചു വരുന്നത്. ഇപ്പൊ വനത്തിൽ അങ്ങനെ പെടുമ്പോൾ ആ ശിവശീർഷമാകെ തപസ്സാർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കാണാനൊരിക്കൽ പോകണം. ക്ലാസ് കഴിഞ്ഞ് ഉടനെ പോയേക്കരുതേ, പിള്ളേർ എന്നെ അന്വേഷിച്ചു വരും. സ്വാമി ഒറ്റയാള് കാരണമാണ്. ഒരു അഡ്രസ്സും ഇല്ല. എന്റെ അച്ഛൻ പോയി, എന്റെ അമ്മ പോയി, ഇപ്പൊ തരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളതിനെ ഉണ്ടാക്കി കൊടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചാടി പോകരുത്.
പക്ഷെ ഈ പോയാൽ മാത്രമേ ഈ ദർശനം കിട്ടൂ. കൂടെ ആരുമില്ല, അത്യന്തം ഏകാഗിയായി ആ ശിവശീർഷത്തിന്റെ താഴെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ, തക്കൽക്കോട്ടിലോ ഗൗരികുണ്ടിലോ ഒക്കെ മുകളിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലും നിൽക്കുമ്പോ എന്താ നിങ്ങള് ഞാൻ മുമ്പ് പറഞ്ഞ പട്ടാളക്കാര് കാണും. ലേയിലോ ലഡാക്കിലോ സർച്ചുവിലോ ഒക്കെ നിൽക്കുമ്പോ ഇപ്പോട്ടുണ്ടാവും വിചാരിക്കും, ഉണ്ടെന്ന് വിചാരിക്കും. സർച്ചുമൊക്കെ 24,000 അടി വരെയാണ്. ലേ ഒരു 20,000, ലഡാക്ക് ഒരു 22,000. സീസൺ അല്ലാത്തൊരു സമയത്ത് മഞ്ഞ് മൂടി കിടക്കുമ്പോ ചിലപ്പോ ഒരു മഞ്ഞുപാളിയിൽ വന്നാൽ വല്ല പാറയുടെ അടിയിൽ എവിടെയെങ്കിലും ഒരു ഇട കിട്ടിയെങ്കിൽ കുറച്ചു നേരം കിടന്ന് മഞ്ഞുരുകി പോയാൽ എഴുന്നേറ്റ് പോരാം, ഇല്ലെങ്കിൽ അവിടെ കിടക്കാം. ഹെർമിറ്റേജില് നിത്യസമാധിയായി ഒന്നും അറിയാതെ, ഒരു വേദനയും ഇല്ലാതെ. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ ഏകാന്തതയിൽ ഒരാൾ സഹായിക്കാനുണ്ട് നമ്മുടെ സ്വഭാവം മാറും. ഒരാൾ രൂപം കണ്ടാൽ നമ്മൾ സദാശിവനെ മറന്നുപോകും. ഈ മഞ്ഞിങ്ങി വന്ന് വീഴുമ്പോ അങ്ങേപ്പുറത്ത് ഒരു മനുഷ്യന്റെ രൂപം കണ്ടാൽ ഭയവിഹ്വലനായ നമ്മൾ ഓടാൻ തുടങ്ങും. ആരുമില്ല, കയ്യിൽ വെള്ളമില്ല, ആഹാരമില്ല, എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് അറിയില്ല എന്ന രീതിയിൽ ഒരിടത്തെത്തിയാൽ നമ്മൾ ഒറ്റ ഒരാളെ വിളിക്കൂ, അത് ഈ കാർന്നോരെയാണ്. ആദ്യം നമ്മൾ നമ്മുടെ ഭാരമെല്ലാം എടുത്തെറിയും, കാരണം എങ്ങനെയെങ്കിലും ഓടിയെത്താമെന്നോർത്ത്, മോളിൽ നിന്ന് താഴേക്ക് എങ്ങനെയെങ്കിലും എത്താമെന്നോർത്ത് ഈ കയ്യിലുള്ളതും കൂടെ ചുമന്നുകൊണ്ട് പറ്റിയില്ല. കാരണം ഈ കഴിക്കാൻ കൊണ്ടുപോയ സാധനമൊക്കെ ഉണ്ടോ, ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധി നമ്മളോട് പറയാ ഇതും ചുമന്ന് നീ നടന്ന് ഒരിക്കലും എത്തുകയല്ല, ഇതും കളാന്നാ പറയുക. അതാദ്യം കളയും. കളഞ്ഞു കഴിഞ്ഞ് ഓർക്കും ഇപ്പൊ അതുമില്ല, കഴിക്കാനൊരു ഒട്ടി പോലും കഴിയില്ല. ആ താപത്തിൽ വെച്ച് അവനൊരു സത്യമതി, ഈ ശിവശീർഷവും അതിനലങ്കാരമായ ഗംഗയുമെല്ലാം ഞാനാണ് ചുമന്നു നിൽക്കുന്നത്. അത് ഭാവനയിൽ കണ്ടെങ്കിൽ കേരളത്തിൽ നിന്നൊരു ഗുരു ഒരു ദർശനം രചിക്കുമ്പോൾ അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ ഈ ദിനം പറ്റിയാൽ അതീവ സുന്ദരമാണ്. അത് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാതിരിക്കില്ല. കാശ് മുടക്കി ശിവശീർഷത്തിലെത്തി ശിവശീർഷത്തിന് അലങ്കാരമായ പിൻഗംഗയും ചുറ്റുപാടുകളും കണ്ട് അത് ഞാൻ കാണുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് ഞാൻ ചുമന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിലേക്ക് അത് കിട്ടിയാൽ വഹിക്കുന്ന ആ പുരുഷശ്രേഷ്ഠൻ എന്റെ ബോധമാണ്. അപ്പൊ കഴുത്ത കാർമേഘം പോലെ ഇരുണ്ട ജടയും ഇരുണ്ട കഴുത്തും വർത്തമാനമായ കളങ്കമുള്ളിലാക്കിയ ഹാലാഹലം ഉള്ളിലാക്കിയവനെങ്കിലും കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരത്തിൽ നിന്നൊഴുകുന്ന ഗംഗയും, കാരുണ്യം കൊണ്ടാ ഗംഗ ഒഴുകുന്നത്, അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ആകെക്കൂടെ നോക്കിയാൽ ഇതിനെയെല്ലാം വഹിക്കുന്നവനാണ് അവിടുന്ന് എന്ന് സദാകാലത്തിൽ, ആ ബോധത്തെയും വഹിക്കുന്നവനാണ് എന്റെ ബോധമെന്ന് ഇതാകാരത്തിൽ. അതാണ് ഇതിന്റെ അനുഭൂതി. ശ്ലോകം 3. അരം തിളച്ചു പൊങ്ങുമാടലാഴി നിന്തിയേറി
അക്കരെ കടന്നു കണ്ട ബോധഴിഞ്ഞൊഴിഞ്ഞ് നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ട് ഇരന്നു നിന്നിടുന്നിവൻ മുടിക്കു ചൂടുമീശനെ അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തി ഏറി അക്കരെ കടന്ന് കണ്ട ബോധൊഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ട് ഇരന്നു നിന്നിടുന്നിവൻ മുടിക്കു ചൂടുമീശനെ അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തി ഏറി അക്കരെ കടന്ന്. അരം രം അഗ്നി, അരം അഗ്നി ഇല്ലാത്ത അവസ്ഥ, ഓജസ് നഷ്ടപ്പെട്ട അവസ്ഥ, ശക്തി നഷ്ടപ്പെട്ട അവസ്ഥ, ബോധം നഷ്ടപ്പെട്ട അവസ്ഥ. എപ്പോഴാ ബോധം നഷ്ടപ്പെടുന്നത്? ബോധം നഷ്ടപ്പെടുന്നത് ഏത് സമയത്താണ്? ധ്യായതോ വിഷയാൻ പുംസഃ. ഏതെങ്കിലും വിഷയത്തെ ഒരുത്തൻ ധ്യാനിച്ചാൽ അവനില്ലാതെ. വിഷയധ്യാനം കൊണ്ടാണ് ബോധം നഷ്ടപ്പെടുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ വിഷയത്തെ ധ്യാനിക്കുന്നതോടെ വിഷയം വിഷയമല്ലാതായി, ധ്യാനിക്കുന്നവനും അല്ലാതായി. ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് ദൃശ്യ തലങ്ങളെല്ലാം. എല്ലാ ദൃശ്യതലവും ഇതാണെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അത് വിപുലപ്പെടുത്തിയാൽ ഞാനും നിങ്ങളും സങ്കടത്തിലാവും. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് ആണ്. അങ്ങനെ അല്ലാതെ ഒരു ശാസ്ത്രം നിലനിൽക്കുന്നില്ല. ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന ഭൗതിക ശാസ്ത്രമാകെ ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്. ചുരുക്കി നിർവഹിച്ച വിസിബിൾ എന്നതിന് അസ്തിത്വം നൽകുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്ത കണ്ടെത്തലുണ്ടാകും. അതിനെ ധ്യാനിച്ചാൽ സംഘം ഉണ്ടാവും. സംഘം കാമമാവും, കാമം ക്രോധമാവും, ക്രോധം സമ്മോഹമാവും, സമ്മോഹം സ്മൃതിവിഭ്രമമാവും, സ്മൃതിഭ്രംശം ബുദ്ധിനാശമാവും, ബുദ്ധിനാശം സർവനാശവുമാവും. ഇതാണ് പ്രാചീനരുടെ മതം. അങ്ങനെ അരം തിളച്ചു പൊങ്ങും. ഇങ്ങനെ ധ്യാനിച്ചിട്ട് രാഗദ്വേഷങ്ങൾ തിളച്ചു പൊങ്ങുന്ന എപ്പോഴെല്ലാം ഞാനെന്ന ബോധം നഷ്ടപ്പെട്ട് വിഷയബോധം വരുന്നുവോ അപ്പോഴൊക്കെ രാഗം അല്ലെങ്കിൽ ദ്വേഷം അതിൻ്റെ പണിയാണ്. ഇന്നുവരെ എന്റെ ഇഷ്ടം ചേരാത്ത ഏതിലെങ്കിലും എനിക്ക് രാഗമോ ദ്വേഷമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞാൻ ചേരാത്ത ഒരു വസ്തുവിനോട് പോലും എനിക്ക് രാഗവും ഇല്ല ദ്വേഷവും ഇല്ല. ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് എനിക്ക് ഛേദമില്ലാത്തൊരു സാധനം ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്ക് ഛേദമില്ലാത്തൊരു സാധനം നിങ്ങളൊന്ന് എടുക്കുകയാണ്, ഞാൻ എന്താ പറയാ? എന്റെ അല്ല കേട്ടോ. എടുക്കുന്നതിന് ഒരു വിരോധം എനിക്കില്ല, ഞാൻ കോപിക്കില്ല. എനിക്ക് മമതയുള്ളൊരു വസ്തുവായി എടുക്കുന്നെങ്കിലോ അതുമായിട്ട് എന്നെ ബന്ധിച്ച വസ്തുവാണ്. ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ഭക്തനോ
ഭരണാധികാരിയോ ബന്ധുവോ ആയിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ആ മുറ്റത്തുനിന്ന് ഒരു സാധനം എടുക്കുകയാണ് എങ്കിൽ സമ്മതിക്കോ? അതിനോട് ദ്വേഷമുള്ളൊരവസ്ഥയിലാണെങ്കിൽ പിടിച്ചു കൊടുക്കുമോ? അതിനോട് ദേഷ്യം വന്ന ഒരു അവസ്ഥയിലാണ് ഇവൻ എടുക്കാൻ തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഒന്ന് താങ്ങിത്തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പിടിച്ച് തലയെ വെച്ച് കൊടുക്കുമോ? ഉറപ്പായിട്ട് കൊടുക്കും, ഉറപ്പായിട്ട് പിടിച്ചു കൊടുക്കും. മറ്റവർ കാണരുതെന്ന് മാത്രമേ ഉള്ളൂ. കൊണ്ടുപോകും, വേഗം കൊണ്ടുപോകും. പുറകെ ആള് വരുന്നതിന് മുമ്പ് തലമുണ്ടോ ഞാനാ പിടിച്ചു തന്നതെന്ന് ആരോടും പറയരുത് കേട്ടോ. ഇത് ഞാനാണ് എടുത്തു തന്നതെന്ന് ആരോടും പറയണ്ട. വേണമെങ്കിൽ പറയുകയും ചെയ്യും ഞാനുണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പിന്നെ പറയുകയും ചെയ്യും. ഇപ്പം ഇരിക്കുന്നവർ കൊള്ളുകയില്ലാത്തവന്മാരാണ്, അതുകൊണ്ടാണ് ആ സാധനമൊക്കെ പെറുകൊണ്ട് പോയെന്നൂടെ പറയും. നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ ഈ പരിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കളോടുള്ള ഇടപാടിൽ ഒരു മകന് പ്രിയം കൊണ്ടെല്ലാം കൊടുത്തു, പിന്നീട് അവൻ നിങ്ങളുടെ പ്രിയത്തിന് നിന്നില്ല എങ്കിൽ അവനില്ലാത്ത സമയത്ത് മറ്റവൻ വന്നാൽ കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകൂടാ, അവൻ കാണരുത് കേട്ടോ, എന്നെ നാളെ ഇവിടെ നിന്ന് ഇറക്കിവിടും, ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ചിലതൊക്കെ പെറുക്കി തരാം. ശരിയല്ല. കുറഞ്ഞ പക്ഷം നിങ്ങളങ്ങനെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ മേടിച്ചവർ ചിലരെങ്കിലും ഇടയ്ക്കിരിപ്പുണ്ട്. അപ്പൊ ഇതുണ്ടാവും. ഇപ്പൊ രാഗവും ദ്വേഷവും പ്രിയത്തിലുള്ളതാണ്. ആ രാഗവും ദ്വേഷവും തിളച്ചു പൊങ്ങുന്ന രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന അരം, നാശം. മറ്റൊരർത്ഥം അരത്തിന് നാശം, കടുത്ത നാശം, സർവനാശം. ഏത് രാഗവും ദ്വേഷത്തെ ആനയിക്കുന്നതും നശിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് രാഗം ഉണ്ടായാൽ സർവനാശം നിശ്ചയമാണ്. അതുകൊണ്ട് പഴയ ആളുകൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്ക് രാഗമുണ്ടാകരുതേ എന്നാണ്. ദ്വേഷം ഉണ്ടാകരുത് എന്നല്ല പ്രാർത്ഥിക്കുക. ദ്വേഷം എന്ന് പറഞ്ഞൊരു സാധനമില്ല, അത് രാഗത്തിന്റെ ഉപോൽപ്പന്നമാണ്. അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തെ സ്നേഹപാശമിമം ചിന്തി ദൃഢ വിഷ്ണുസു പാണ്ഡുസു. ഒരു പെണ്ണുമ്പിള്ള പ്രാർത്ഥിക്കുന്ന പരിചയപ്പെട്ടിട്ടുണ്ടോ ഇവിടെ? ആ കുന്തി പ്രാർത്ഥിക്കുന്ന ഭാഗവതത്തില് ഭഗവാനോട് കുന്തി പ്രാർത്ഥിക്കുന്നതാണ്. അഥ വിശ്വേശ, വിശ്വത്തിന്റെ ഈശനായവനെ, വിശ്വത്തിന് ആത്മാവായവനെ, വിശ്വാത്മൻ, വിശ്വമൂർത്തെ, വിശ്വം മൂർത്തീകരിച്ചവനെ, സ്നേഹപാശമിമം ചിന്തി ദൃഢ വിഷ്ണുഷു പാണ്ഡുഷു എന്നാണ് ചോദ്യം.